വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തത് റൈഡ് പോയിരുന്നു. റൈഡ് പറഞ്ഞാൽ വലിയ റൈഡൊന്നുമല്ല, ചെറിയ റൈഡാണ്. തൃശ്ശൂരിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ 5:30 മണിയായി. എൻ്റെ അവിടെ നിന്ന് തൃശ്ശൂർക്ക് 65 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അതായത് 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഇതൊരു നോൺ സ്റ്റോപ്പ് റൈഡാണ് കേട്ടോ. ഞാൻ തൃശ്ശൂർ എത്തിയിട്ട് വണ്ടി നിർത്തുള്ള കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബസ്സിലും കാറിലും പോകണേക്കാട്ടി കൂടുതൽ ഇഷ്ടം ബൈക്കിൽ യാത്ര ചെയ്യാനാണ് കേട്ടോ. അതുകൊണ്ട് എത്ര ദൂരം ബൈക്കിലേ പോകുള്ളൂ. അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ എവിടെയും കറങ്ങാൻ പോയാലെന്ന് ആലോചിച്ചു. അങ്ങനെ നേരെ ശോഭ സിറ്റി മാളിൽ വന്നു. തൃശ്ശൂർ പുതുതായി വന്ന് സുവോളജിക്കൽ പാർക്കിൽ പോകാൻ വേണ്ടിയിരുന്നു. അവിടെ 5 മണി ക്ലോസ് ആണ്, അതുകൊണ്ട് അവിടെ പോയില്ല. ശോഭ സിറ്റി മാളിൽ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. തൃശ്ശൂരിൽ ഹൈലൈറ്റ് മാൾ, ലുലു മാൾ വന്നുകൊണ്ടാണ് നമ്മുടെ തിരക്ക് കമ്മിയാണ്. വന്ദേ ഭാരതിൻ്റെ അതേ കളറിലും അതേ ഏകദേശം ഒരേ മോഡൽ ട്രെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കും കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അവിടുന്ന് എക്സ്കലേറ്റർ കയറിയിട്ട് നേരെ മേലെ പോയി. നേരെ കളിക്കണ ഭാഗത്തേക്കാണ് പോയത്. അവിടെ കളിക്കുന്ന ഒരുപാട് റൈഡുകൾ വന്നിട്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർ കളിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഒന്നിലും കയറി കളിച്ചില്ല. എല്ലാവരും കളിക്കണ നോക്കി കണ്ട് നിന്നു. കളിക്കാനുള്ള പൈസ വെക്കേണ്ട ആവശ്യമുള്ളൂ, കളി നോക്കി നിൽക്കാൻ പൈസ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവരുടെയും കളിയും കണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ. സാധാരണ തൃശ്ശൂർ വന്നാൽ എപ്പോഴും ഞാൻ ബിസ്മി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുക. വടക്കൻ ജില്ലയിലാണ് ബിസ്മി തട്ടുകടയുള്ളത്. ഇവിടെ നല്ല ഫുഡാണ് കേട്ടോ. ഇവിടെ സാധാരണ ഞാൻ വന്നാൽ കഴിക്കുന്നത് ബീഫ് റോസ്റ്റും പൊറോട്ടയും നെയ്ച്ചോറുമാണ്. ഇന്നിവിടെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ പക്കോടയും ബീഫ് പക്കോടയും ഉണ്ട് പറഞ്ഞു. അപ്പോൾ ശരി വേണ്ടി ചിക്കൻ പക്കോട ഓർഡർ ചെയ്തു. ചിക്കൻ പക്കോട വിചാരിച്ചപ്പോൾ ഡ്രൈ ആയിരിക്കും വിചാരിച്ചു. അത് ചില്ലി പോലെ ഡ്രൈ ആയിട്ടുണ്ടാകും വിചാരിച്ചു. നോക്കുമ്പോൾ അത് നല്ല ഗ്രേവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നല്ല മസാലകളുണ്ട്. ഇതിലത്തെ മസാല എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്, അതായത് വറമുളക് അരച്ചിട്ട് അതിൻ്റെ മസാല ചേർത്തിക്കാം കേട്ടോ. പിന്നെ ഇറച്ചിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് ഉണ്ട്. കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ടേസ്റ്റ്. 2 പൊറോട്ടയും ചിക്കൻ പക്കോടയും കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞു. ഞാൻ കുറച്ച് നെയ്ച്ചോറും കൂടി കഴിക്കാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോൾ തന്നെ വയറ് ഫുള്ളായി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. ഓക്കെ, ഇനി നേരെ വീട്ടിലേക്ക്.